രാവിലെ ഇന്ന് എഴുന്നേറ്റപ്പോൾ നല്ല വെയിലായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ ഉണങ്ങാനുള്ള തുണി എല്ലായിടത്തും വെളിയിലോട്ടിട്ടു. അപ്പോഴത്തേന് വെയിലിൻ്റെ വഴിക്ക് അങ്ങ് പോയി. പിന്നെ ബോഗൺവില്ലയൊക്കെ അത്യാവശ്യം പൂത്ത് തീർന്നു. ഉള്ള പൂ മൊത്തം തറയിലും കിടപ്പുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പതിയെ തൂത്ത് വാരിക്കളയണം. പിന്നെ റൂബിക്കുട്ടൻ പിന്നെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ പതിയെ പൂവൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരുന്നപ്പം നമ്മളെ പട്ടികളൊക്കെ വന്നു. ഈ വലിയ പട്ടീനെ ആരോ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഇവിടെ വന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കാണാൻ നല്ല കുഞ്ഞുങ്ങളായിരുന്നു എല്ലാം. പക്ഷേ ഓരോരുത്തരാണെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാവരെയും കൊണ്ടുപോയി. പിന്നെ ഈ ഒരു കുഞ്ഞ് മാത്രം, ഇതിനെ മാത്രം ആരും കൊണ്ടുപോയില്ല. അപ്പോൾ ഇവർ രണ്ട് ഇതിലേക്കൂടെയൊക്കെ നടക്കും. അപ്പം നമ്മളതിനൊന്നും ചെയ്യാനും പോകത്തില്ല, നമ്മളെ തിരിച്ചൊന്നും ചെയ്യാനും വരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോഴത്തേന് നോക്കിയപ്പോൾ ചാമ്പങ്ങയൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഈ പുഴു ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. പിന്നെ ഈ ഒരു ഇതിൻ്റെ ചാമ്പങ്ങയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാൻ ദിയാമോളെ വിളിച്ചു. അപ്പോൾ ഞാനും ദിയാമോളും പറിച്ചു. ഒത്തിരി ഒന്നുമില്ല, ഒരു 3-4 ഉള്ളായിരുന്നു. പിന്നെ കിളിയൊക്കെ കൊത്തിയിട്ടേക്കുന്നത് കാണാം. അതെന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ, നിപ്പ വൈറസൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ദിയാമോക്ക് ഈ ഒരു ചാമ്പങ്ങ വലിയ താല്പര്യമൊന്നുമില്ല. മൊത്തം ഒരു 5-6 ചാമ്പങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൊല്ലം നോക്കിയപ്പം പഴുത്ത് നിൽപ്പുണ്ട് മറ്റേ ചാമ്പങ്ങ. ദിയാമോൾ പിന്നെ അതങ്ങ് പറിച്ചു. അപ്പോൾ രാവിലത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് അപ്പം കിഴങ്ങല്ല കടലക്കറിയായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു